ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പാവനമായ റബീഉൽ അവ്വൽ മാസം സുന്ദരമായ ഈ സുന്നത്തിൽ നിങ്ങളുമായി സംവാദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 സംരക്ഷണങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധപതനത്തിന്റെ അഗാധ ഘട്ടത്തിലേക്ക് ആ പതിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അനൈക്യത്തിന്റെയും കൊടും കാറ്റുകൾ ലോകത്തിലെന്നും അടിച്ചു വീശിയിരുന്നപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതനായി. ജനന സമയത്ത് തന്നെ പല മഹാ അത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാർത്തുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് യുഗമെന്ന് വിശേഷിപ്പിച്ച 6ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായിരുന്ന ഒരു ഉജ്ജ്വല വാഗ്മിയെയാണ് അവിടത്തേക്ക് നേരിടേണ്ടി വന്നത്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവർണമാവുകയും നിഷ്കളങ്കിയായ ആ ചോര പൈതലിനെ ജീവനോട് കൂടി കുഴിച്ചു മൂടുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അക്രമവും കൊള്ളയും കൊലയും കൊണ്ടും കൊടുത്തും നിത്യസംഭവമാക്കിയ ആ സമൂഹം മദ്യത്തിലും മദിരാക്ഷിയിലുമായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയിരുന്നത്. മനുഷ്യത്വത്തിന്റെ ബാലപാഠം പോലും വായിക്കാത്ത സംസ്കാര ശൂന്യരായ ആ ജനവിഭാഗത്തിലേക്കായിരുന്നു സന്മാർഗത്തിന്റെ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ചവസരനാക്കുകയും വിമർശനത്തിന്റെ ക്രൂരുപ്പുകൾ നബിക്കെതിരെ ഏറ്റുവിടുകയും ചെയ്തുവെങ്കിലും ചിതറാത്ത ചിത്രത്തോടെ പതറാത്ത പാദത്തോടു കൂടി അവിടത്തെ പ്രബോധനം തുടരുകയും അങ്ങനെ വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ ഭീകര ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ കൊടും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളുമാക്കി മാറ്റിയെടുത്തു. അത് മാത്രമല്ല, സ്വരാജ് സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച ആ പ്രവാചക സന്ദേശം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ളതാണ്. മനുഷ്യനോട് മാത്രമല്ല സഹജീവികളോടും കരുണ കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരുന്നു. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവരും നിങ്ങളോട് കരുണ കാണിക്കും എന്ന തിരുവചനം അതാണ് സൂചിപ്പിക്കുന്നത്. നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവനെ നീ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നും കൂടി വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്കിടയിൽ ഐക്യവും സ്നേഹവും നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം കർശന പുലർത്തിയിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്താക്കിയ പ്രധാന കാരണം ഇതുതന്നെയാണ്. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരോട് ബഹുമാനം കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. അയൽപക്ക ബന്ധത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും പ്രാധാന്യത്തെ ഇത്രമേൽ ശക്തിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ,
തൗഹീദിന്റെ അമര ശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോവേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ടും ആ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ആ പ്രവാചകൻ. വീണ്ടും അന്നവും പാനീയവും നൽകാതെ അവർ നബിയെ ബഹിഷ്കരിച്ചു. ഒട്ടകത്തിന്റെ കുടൽമാല തന്റെ കഴുത്തിൽ ചാർത്തി. എന്നിട്ട് പോലും മാപ്പപേക്ഷിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. അവിടത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒറ്റമിത്രങ്ങളായി മാറിയിരുന്നു. ആ പുണ്യ പ്രവാചകന്റെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് സ്വർഗം നേടുവാൻ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. സമയക്കുറവ് മൂലം അതിലേറെ ഞാൻ പ്രവേശിക്കുന്നില്ല. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.